എല്ലാ കൂട്ടുകാർക്കും ബിന്ദു ടെറസ് ഫാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാൻ വേണ്ടി വിചാരിക്കുകയാണ്. നമ്മളിന്ന് ടെറസിൻ്റെ മുകളിൽ വന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് വന്നു. അപ്പോഴത്തേക്ക് കുരങ്ങ് വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയി. നമുക്കിവിടെ ഇതാണ് വലിയ കാട്ടും പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് തക്കാളിക്കെല്ലാം പറിക്കാനുണ്ട്. കുറേ തക്കാളിക്ക നമ്മൾ പറിച്ചു. ഇനിയിപ്പോൾ കുറേ അധികം തക്കാളിക്ക പറിക്കാനുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഈ കാണുന്ന കണ്ടോ, എൻ്റെ പുറകുവശത്ത് ഈ കാണുന്ന മുന്തിരി ഉണ്ട്. ഇതൊരു മുന്തിരി തൈ നമ്മളിവിടെ നട്ടിരുന്നതാണ് കണ്ടോ. അതെല്ലാം നോക്കിക്കേ പടന്ന് പിന്നെ നെറ്റയിലെത്തിയിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം മുന്തിരി ഇങ്ങോട്ട് പടന്നത് അതിൻ്റെ കൊമ്പ് കണ്ടോ, കാണാവോ കണ്ടോ. ഇത് പിന്നെ നമ്മുടെ ഇത് കാണുന്നില്ല, ഇതെല്ലാം നമ്മുടെ ഗീയാണ്. കാല് തട്ടി ഇത് കണ്ടോ, ഇത് നമ്മുടെ ലോക്കി എന്ന് പറയും കണ്ടോ. ലോക്കിയാണ് ഈ പടന്ന് കയറിയിരിക്കുന്നുണ്ടോ. ഇങ്ങനെ മത്തങ്ങ പോലത്തെ ലോക്കി, നീളമുള്ള ടൈപ്പല്ല, മത്തങ്ങ പോലത്തെ ലോക്കിയാണ് ഈ കാണുന്നത്. എൻ്റെ പുറകെ കാണും. പിന്നെ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പുറകെ കാണുന്നുണ്ട് പയർ കണ്ടോ. നമ്മുടെ പയർ കണ്ടോ, പയറെല്ലാം പടന്ന് നെറ്റയിലെത്തി. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം പടന്ന് നെറ്റയിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വളരിപ്പയർ അതേ ഇത്, അതും പടന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്ക ഇങ്ങനെ ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ ഇപ്പറേ വരണം, എങ്കിലേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണേണ്ടി വരും. കണ്ടോ തക്കാളിക്ക, ഇത് കണ്ടോ. നമ്മുടെ മുന്തിരി എല്ലാം നിറച്ച് തളിർത്ത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീഡിയോ എടുക്കാനോ കാണിക്കാനോ വരില്ല. ഇത് കണ്ടത് നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും പറയും കുരങ്ങ് നശിപ്പിച്ച്. കുരങ്ങ് നോക്ക്, വാഴ നിൽക്കുന്നത് നോക്കിക്ക്. നമ്മുടെ വാഴ വട്ട ഒടിച്ച് കളഞ്ഞിട്ട് പോയി. ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് കൂമ്പ് വരുന്നുണ്ട്. വെളുത്ത് കയറിയാൽ പറയാം. ഇത് മിനിഞ്ഞാന്ന് വന്ന് ചെയ്തിട്ട് പോയ കുരുത്തക്കേടാണ് ഇത് മൊത്തം കണ്ടോ. ഈ ഷീറ്റെല്ലാം വലിച്ച് കീറി നോക്ക്, തൂങ്ങി കിടക്കുന്നുണ്ടോ. എല്ലാം വലിച്ച് കീറി അവർ കളഞ്ഞിട്ട് പോയി. ഒരു രക്ഷയില്ലാതായിരിക്കും അവരെ കൊണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ഇതില്ലേ എന്നാ പറയുന്നത്, അമരപ്പയർ ഉണ്ടോ. അമരപ്പയർ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇത് അമരപ്പയറാണ് കണ്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് കണ്ടോ അമരപ്പയർ. ഇത് കണ്ടോ, ഓരോ തണ്ടിലും മേപ്പോട്ട് ഈ 2-3 വീതം അമരപ്പയർ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ കുരുവാകുന്നതിന് മുമ്പ് നമുക്ക് പറിച്ചെടുക്കണം. ഇതൊക്കെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പറിക്കാൻ പരുവത്തിലാണ് കണ്ടോ. നീളമുള്ള തരം അമരപ്പയറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നട്ടതല്ല കേട്ടോ. ഇത് എപ്പോഴെങ്ങാണ്ട് വേസ്റ്റ് കൊണ്ടിട്ട് എപ്പോഴെങ്ങാണ്ട് ഒരു മണിയെങ്ങാനും വീണിട്ട് കിളത്തതായിരിക്കും. ചെടിച്ചട്ടിക്കകത്താണ് നിൽക്കുന്നത് കണ്ടോ. ഇത് മേളിലോട്ട് പോയിരിക്കുന്നത് കണ്ടോ. ഇത് ഇവിടം വരെ എത്തിയത്. തുമ്പത്ത് വന്നിട്ട് വീണ്ടും അവിടെയും 2 കണ്ടോ. ഇത് നമ്മുടെ മുന്തിരിക്കൊല ഈ പ്രാവശ്യം തീരെ കുറവാണ്. ഉള്ളതും കൂടെ അവർ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഉള്ളത് പച്ചയും കൂടെ കുറച്ച് പറിച്ച് കളഞ്ഞു. ഇതൊരു കൊല കണ്ടോ. ഈ നെറ്റെല്ലാം താഴെ വീണ്. ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കണം. എനിക്കിപ്പോൾ മുകളിൽ കയറി ഇതൊന്നും കെട്ടാനൊന്നും പറ്റാത്ത ഒരു ഇതാണ്. നേരത്തെയൊക്കെ ഞാൻ എല്ലായിടത്തും വലിഞ്ഞു കയറി എല്ലാം കെട്ടിയൊക്കെ വയ്ക്കുമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ്. ചതുരപ്പയറെന്നും പറഞ്ഞ് അവർ തന്ന വിത്താണ്. നട്ട് ഇവിടം വരെയൊക്കെ പടന്ന് കയറിയിട്ടുണ്ട്. ഇത് കായുണ്ടാകുമ്പോൾ അറിയാം ചതുരപ്പയറാണോ എന്താണെന്നുള്ളത്. ഇതിങ്ങനെ പടന്ന് വരുന്നു. പിന്നെ ഇവിടെ 1-2 മുന്തിരിക്കൊല കണ്ടോ. കണ്ടോ 1-2 മുന്തിരിക്കൊല ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ റോസയൊക്കെ എപ്പോഴും കാണിക്കാറുള്ളത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ വഴുതന ഉണ്ടായിരുന്നു. വഴുതന എല്ലാം അവർ നശിപ്പിച്ചിട്ട് പോയി. ഇപ്പോൾ ചീര നമ്മൾ പറിച്ച് നട്ടതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഈ ഇതില്ലേ കോളിഫ്ലവർ, അതിനകത്ത് കായുണ്ടായതൊക്കെ ഞാൻ പറിച്ചു. ഇനി ബാക്കിയെല്ലാം ഇതിനകത്ത് ഷിംല മിർച്ച് ഉണ്ടായിരുന്നു കൊണ്ട് അതും കൊണ്ടുപോയി. ഷിംല മിർച്ച് ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 5-6 എണ്ണം ഉണ്ടായി. 5-6 എണ്ണം അവർ കൊണ്ടുപോയി. ഇതുണ്ട്, ഇത് കളറ് മാറി തക്കാളിക്ക് നമ്മളിങ്ങനെ പറിച്ചെടുത്തേക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടത്തില്ല. പിന്നെ പച്ച ആണെങ്കിൽ അവിടെ തൊടത്തില്ല അവർ. ഒരു ശകലം കളർ മാറിയെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ കൊണ്ടുപോകും. നമ്മളിത് പറിച്ച് വെച്ചാലും നമുക്ക് പഴുത്ത് കിട്ടും. അതുകൊണ്ട് ഞാനങ്ങ് പറിച്ചെടുത്തേക്കും. അതുകൊണ്ട് എല്ലാം ഉണങ്ങി ഒടിച്ച് കളഞ്ഞ പിന്നെ എങ്ങനെ അത് നിൽക്കും. നശിപ്പിച്ചു എല്ലാം. ഈ തുണിയിട്ട് മൂടിയിട്ടോ ഇന്ന് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ഇത് ഇവിടെ മൂടിയിട്ടേക്കാം. ഇത് വേറൊരു ടൈപ്പാണ് കണ്ടോ. ഒരു നീളമുള്ള തരം തക്കാളിയുണ്ട്. നോക്കിക്കേ, മുകളിലോട്ട് ചെറുതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ നശിപ്പിച്ചെങ്കിൽ പിന്നെ അത് എങ്ങനെ വളർന്നു വരാനോ. അതൊക്കെയാണ് നമ്മുടെ കാന്താരി വീട് തുടങ്ങിയത്. ഇത് കാന്താരിയാണ്. നമ്മുടെ കരിവേപ്പ്, പുതിയ കരിവേപ്പിൻ്റെ നമ്മൾ കുരു വീണുകളത്തിട്ട് നമ്മൾ നട്ടില്ലേ, അതെല്ലാമാണ് ഈ കരിവേപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗീയാണ് പടന്ന് കിടക്കുന്നത് മൊത്തം. ഗീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കിയില്ലേ, ലോക്കി ഉണ്ട, മത്തങ്ങ പോലത്തെ ലോക്കി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.
വിശേഷങ്ങൾ. ഇതിപ്പോൾ ഇത്രയും തക്കാളിക്ക് നമ്മൾ പറിച്ചുകൊണ്ട് കുറേ പറിച്ച് നമുക്ക് താഴെ ഇരിപ്പുണ്ട്. നമ്മൾ ഇപ്പോൾ ദിവസം കയറി വരുമ്പോൾ ഒന്നും രണ്ടും ഒക്കെ കളറ് മാറിയിരിക്കുന്നതെല്ലാം നമ്മളങ്ങ് പറിച്ചെടുക്കാറുണ്ട്. ഇതൊരു മത്തൻ ഇതിനകത്തുനിന്ന് പടന്ന് കയറി പൂവൊക്കെ ആയി വരുന്നു. ഇത് കണ്ടോ, പടന്ന് ഇതിനേറ്റയിലെത്തിയിട്ടുണ്ട്. കായ് ഇത് പെൺപൂവൊന്നും ഇതുവരെ വീണിട്ടില്ല. ഇതെല്ലാം ആൺപൂവ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. മത്തനാണത് കണ്ടോ. പിന്നെ നമുക്ക് ഇവിടെ പറയാം, ഇതും ഗീയാണ്. ഇത് ഗീയ ഉണ്ട ഗീയല്ല, ഇത് നീളത്തിലെ ലോക്കിയില്ലേ, അതാണ് അത് കണ്ടോ. നമ്മളിങ്ങനെ പിടിച്ച് ഇവരെ ഇങ്ങനെ ചുറ്റിച്ചൊക്കെ വിടണം, എങ്കിലേ ഇവർക്ക് പിടിച്ച് ഇവർ കയറി പോകുള്ളൂ. എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കണം അവർക്ക്. പിന്നെ ഇതേ നമ്മൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ കുറേ ചീരത്തൈകൾ പറിച്ച് നട്ടായിരുന്നു. കണ്ടോ, നമ്മുടെ ചീരയാണ് കണ്ടോ, ചീരത്തൈകൾ പറിച്ച്. പിന്നെ ഇതിനകത്ത് 2 പടവല കയറി വരുന്നത്. നേരത്തെ ഇട്ട കുരുവാണ്, അതിപ്പോഴാണ് കിളുത്ത് കയറി വരുന്നത്. ഇത് ഗീയ. ഇതിനകത്തൊരു കുമ്പളവും ഉണ്ട്. ഇതൊരു കുമ്പളമായി കയറി വരുന്നത്. പാവലും കുമ്പളവും ഗീയയും കൂടെ ഒരെണ്ണത്തിനകത്ത്. ഇതൊരു പാവല കണ്ടോ. ഇത് കുമ്പളം കണ്ടോ, ഈ ഇല കുമ്പളം, ഇത് ഗീയ, വട്ടത്തിലെ ഇല ഗീയ കണ്ടോ. വെയിലിൻ്റെ കാഠിന്യം കൊണ്ടേ നോക്കിക്ക് ഇലകളെല്ലാം പഴുത്തിക്ക്. രാവിലെ വെള്ളം ഒഴിച്ചിന് വൈകിട്ടും വെള്ളം ഒഴിക്കും. എന്നാലും ശരി, വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ഇതെല്ലാം പഴുത്ത് പോകും കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ അല്ല, ഒത്തിരി നാൾ കൂടിയുള്ള വിശേഷം. കുരങ്ങ് വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് ഉള്ളി കണ്ടോ. ഉള്ളി ഞാൻ വിളവെടുക്കണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ വിളവെടുക്കുന്നതിന് മുമ്പ് അവർ വിളവെടുത്തിട്ട് പോയില്ലേ. ഇത് കണ്ടോ, കൊച്ചുള്ളി ഉണ്ടായി നോക്കിക്കുക, പറഞ്ഞാൽ വിശ്വസിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് കിട്ടിയായിരുന്നു ഇത്. ഉള്ളി നമുക്ക് മാന്തി എടുത്ത് നോക്കാം. കൊണ്ടുപോകും ഉണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ ഉള്ളി ഉണ്ടായിരുന്നത് കണ്ടോ. കുഞ്ഞതാണേലും ഇത് കണ്ടോ, കണ്ടോ ഉള്ളി കണ്ടോ. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉള്ളി ഉണ്ടായി കിട്ടിയായിരുന്നു. കൊച്ചുള്ളിയായത് കണ്ടോ. ഇഷ്ടംപോലെ ഉള്ളി ഉണ്ടായി കിട്ടിയായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം. ഞാനതുപോലെ തന്നെ ഈ പ്രാവശ്യം കിടന്ന് കിളുത്ത് എല്ലാം കൊണ്ട് നട്ടതാണ്. പക്ഷെ അവരത് കൊണ്ടുപോയി. ഇപ്പോൾ കണ്ടു, ഇത്രയും ഉള്ളി നോക്കും കണ്ടോ. ഇത് നിറച്ചുള്ളി ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയതാണ് കുറച്ച്. നോക്ക്, ഇത്രയും ഉള്ളി കിട്ടി. ഇതിനകത്ത് ഒക്കെ നമ്മൾ ചീര പറിച്ച് നട്ടേക്കോ കണ്ടോ. ഈ നമ്മൾ അവിടെ നിന്ന് വെട്ടി നമ്മുടെ മുരിങ്ങന്ന് കൊണ്ടുവന്ന് വെട്ടി നിർത്തിയിട്ട മുരിങ്ങ കമ്പായിരുന്നു ഇത്. അതിലിതേ കായ ഉണ്ടായി കിടക്കുന്നു. നോക്കി 2 കായ കിടക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞാൽ ഞാൻ പറിച്ചുകൊണ്ട് പോയി അവിയലിനിടെ. ബാക്കി കായ കിടക്കുന്നു. കുഞ്ഞ മുരിങ്ങ കണ്ടോ. മുരിങ്ങ ഇതാ തണ്ട്. ഞാൻ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനത് കുത്തി വെച്ചതായിരുന്നു. നോക്ക്. പിന്നെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാത്തൂനാർ വന്നപ്പോൾ കൊണ്ടു തന്ന ഒരു പേരത്തൈ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് കായ്ക്കുന്നത്. അതിൽ ഒരൊറ്റ പൂവുണ്ടായി, ഒരു പൂവുണ്ടായി. എൻ്റെ നാത്തൂൻ്റെ ഗിഫ്റ്റാണിതെനിക്ക്. അത് ഒരു പൂവുണ്ടായിട്ടുണ്ട്. കായായി വരുമ്പോൾ പറയാം, കിട്ടിയാൽ പറയാം, അത്രേ ഉള്ളൂ. ഒന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകും, അവർ വന്നത് കൊണ്ടും പോകും. അതാണ് ഇവിടുത്തെ പരിപാടി ഇപ്പം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കു പൂക്കാൻ തുടങ്ങിയത്. ഇതുണ്ട് ചിക്കുവിൻ്റെ പൂ. നമുക്ക് മൊട്ടിട്ട് ചിക്കുത് സപ്പോട്ട. എല്ലാ തുമ്പിലും മൊട്ടുകൾ വന്നിട്ടുണ്ട് സപ്പോട്ടയ്ക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് വീഡിയോ നമുക്കിവിടെ നിർത്താം. ഇതിൻ്റെ മുകളിലത്തെ ലുക്ക് നോക്കുക, നല്ല രസമല്ലേ കാണാൻ. പടന്ന് കയറി ഇതിലൊക്കെ ഒരു കായെങ്കിലും ഉണ്ടായി കണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, കണ്ടിരുന്നെങ്കിൽ എന്നുള്ള. കാണുമായിരിക്കും എന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ഈ വലിയ പേരില്ലേ, നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് ഉള്ള പേരല്ലേ, ഇതിലെല്ലാം നിറച്ച് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, പൂത്ത് നിൽപ്പുണ്ട് ഇവിടെയൊക്കെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ പൂത്ത് നിൽക്കുന്നു. അതും പൂത്തിട്ടുണ്ട്. കായായാൽ പറയാം. അത്രേ ഉള്ളൂ.